ഹലോ നമസ്കാരം. ഇന്നിതാ ഞാൻ സ്പെഷ്യലായിട്ടൊരു പലഹാരം ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പച്ചരി അതുപോലെ തന്നെ നാളികേരമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നല്ല സൂപ്പർ പലഹാരമാണ്. അപ്പോൾ നമുക്ക് ആ പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇതാ നമുക്ക് പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതായിരിക്കും ആവശ്യമായത് പച്ചരി കുതിർത്തി അരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ പച്ചരി നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ എടുത്താൽ മതി. ഞാൻ 2 ഗ്ലാസ് അരി അരച്ച് വെച്ചിരുന്നു കുതിർത്തിയിട്ട് കേട്ടോ. പിന്നെ ഇതാ നാളികേരം വേണം. അതിലേക്ക് ഒരു മുറി നാളികേരം ഇടുന്നുണ്ട് കേട്ടോ, ചിരവിയിട്ട് അവൻ ചേർത്ത് മിക്സാക്കി വയ്ക്കുക. അരച്ചത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കേട്ടോ മിക്സാക്കി വയ്ക്കുക. പിന്നെ ഇതാ നമുക്കിതിന് അത്ര പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാവ് സെറ്റായി. ഇനി ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നല്ലോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി, മുളക്, കടുക്, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കമുളകാണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ പച്ചമുളകേ ഉള്ളൂ. അപ്പോൾ ഉണക്കമുളക് ഞങ്ങൾ തൊട്ട് ഉമ്മറത്ത് തന്നെ കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചു നോക്കി, അവിടെ ഒന്നും ഇല്ല. ഞാൻ ഈ ഉണക്കമുളക് മാവേലിയിൽ നിന്ന് കൊണ്ടുവരാറാണ്. മാവേലിയിൽ നിന്ന് കൊണ്ടുമ്പോൾ ഇപ്പം മാവേലിയിൽ അങ്ങനെ സാധനമൊന്നും ഇല്ലല്ലോ. ഉണക്കമുളക് കുറച്ച് എടുത്തേക്കും പൊടിക്കാൻ പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞെന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. ഞാനിതാ 2 ഗ്ലാസ് അരിയാണ് കുതിർത്തി അരച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള അരി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. 1 ഗ്ലാസ് മതിച്ചാൽ മതി. ഞാനിതാ വൈകുന്നേരത്തും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് 2 ഗ്ലാസ് എടുത്ത് അരി അരച്ചത് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളിയും മുളകൊക്കെ അതിലിട്ട് നമ്മുടെ എണ്ണയിലിട്ടിട്ട് അതൊക്കെ ഒന്ന് മൂത്തണം കേട്ടോ. കടുകും മുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് എണ്ണയിലൊന്നിട്ട് മൂത്തണം കേട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യം നല്ല എണ്ണ ഒഴിച്ചിട്ട് വേണം കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കണമെങ്കിൽ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ ഏട്ടന് അങ്ങനെ എണ്ണ കൂട്ടാൻ പറ്റില്ലല്ലോ, വറുത്തും പൊരിച്ചൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ എണ്ണ കമ്മിയാക്കണം. എന്നാലും ഏട്ടനെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളൊന്നല്ല കേട്ടോ. ഇവിടെ നിന്ന് വറുത്തും പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ല കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ നോക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കമ്മിയായിട്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല എണ്ണ ഒഴിച്ച് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ചട്ടിയിൽ അപ്പോഴേക്ക് വീഡിയോ അങ്ങോട്ട് എത്തിയില്ലേ. ഇതൊക്കെ പാർന്നത് നമ്മുടെ അപ്പം ഇങ്ങനെ ആയില്ലേ, അപ്പം പോലെ ആയില്ലേ. ഇത് മറിച്ചിട്ടിട്ട് ഒന്ന് വേവണം കേട്ടോ. ഒന്ന് മറിച്ചിട്ടിട്ടും നേരെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയാൽ വെന്ത് കിട്ടിയ ഇനി ചട്ടുക എടുത്തിട്ട് നമ്മുടെ ഈ അപ്പം കുനുകുനാനെ കുത്തിപ്പൊരിക്കണം. നമ്മളില്ലേ കോഴിമുട്ട കുത്തിപ്പൊരിക്കുക എങ്ങനെ അതുപോലെ കുനുകുനാനെ കുത്തിപ്പൊരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല എണ്ണയൊക്കെ ഒഴിച്ചാലാണ് നല്ല ഇങ്ങനെ കുനുകുനാനായി നല്ല വെറുന്നനായി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ പലഹാരം റെഡി ആയിട്ടോ. അപ്പോൾ ഏട്ടനോട് ഞാൻ കഴിക്കാൻ വരാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഏട്ടൻ വന്ന് കഴിക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നറിഞ്ഞു. അപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ